നിങ്ങളൊക്കെ കാത്തിരുന്ന ഗിവ്അവേയുടെ ദിവസം ഇതാ ഇന്ന് എത്തിത്തീരുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ 7:30 ലൈവിൽ വന്നാലാണ് ആരാണ് ആ 3 വിജയികൾ എന്ന് നമ്മൾ അറിയാൻ പറ്റുക. അത് മാത്രമല്ല, നമുക്കറിയാം ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും ക്രിസ്മസ് എക്സാം നല്ല രീതിയിൽ ടഫ് ആവാൻ പോവുകയാണെന്നുള്ളത്. ഓണം എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടിയില്ലേ എങ്ങനെയാണ് നമ്മുടെ സിലബസ് എന്നും ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണ് ഓരോ സബ്ജക്റ്റിൽ നിന്നും വരുന്നത് എന്നും. പക്ഷെ അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ബയോളജിൻ്റെ കേസിലാണെങ്കിൽ തന്നെ 3 ചാപ്റ്റർ മാത്രമേ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് ഇതാ നമുക്ക് 5 ചാപ്റ്ററോളം കിടക്കുന്നുണ്ട്. അതിൽ 6 ചാപ്റ്ററോളം ക്രിസ്മസ് എക്സാമിന് വരുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ ഇനി അങ്ങോട്ട് ക്രിസ്മസ് എക്സാമിനുള്ളൂ. അത് കഴിഞ്ഞ പാടെ മോഡൽ എക്സാമും പബ്ലിക് എക്സാമും എന്നും പറഞ്ഞ് വേഗം വരും. അപ്പോൾ ഉള്ള സമയം എത്ര നല്ല രീതിയിൽ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാമെന്നുള്ള ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ ലൈവിലൂടെ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഗിവ്അവേയുടെ വിജയികളെയും നമുക്ക് അറിയാൻ പറ്റും. കൂടാതെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പഠിക്കാനുള്ള എല്ലാ സ്ട്രക്ചറും പ്ലാനും നമ്മൾ എല്ലാ ടീച്ചേഴ്സും ഓരോ സബ്ജക്റ്റിൻ്റെയും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു ലൈവ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. അത്രയും വലിയൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ ഏത് രീതിയിൽ പഠിക്കണം, ഏത് സബ്ജക്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏത് രീതിയിൽ പഠിച്ചാലാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുക, അതുമാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് നമ്മൾ എത്രത്തോളം നോക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഇന്നത്തെ ഈ ലൈവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി ഇന്നത്തെ ലൈവിലേക്ക് വരിക. അപ്പോൾ കൃത്യം 7:30 തന്നെ ഞങ്ങളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് മാത്രമല്ല പ്ലാനും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കറിയാം ഏത് രീതിയിലാണ് നമ്മൾ പഠിച്ചാലാണ് നമ്മൾ ഓരോ സബ്ജക്റ്റിനും മുൻകൂട്ടി നമ്മൾ ഏത് ലെവലിലാണ്. ഇപ്പം ഓണപരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിയുമ്പോഴാണ് നമ്മളിപ്പം ഏകദേശം ഏത് ലെവലിലാണ് നിൽക്കുന്നത്, 9ാം ക്ലാസ് വരെ പഠിച്ച ഒരു പാറ്റേണിൽ പോയാൽ മതിയോ എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടുള്ള പ്ലാനിങ് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ ചാലഞ്ചസ് ആണ് നിങ്ങൾ നേരിടാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ വ്യക്തമായി പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഡോണ്ട് മിസ് ദിസ് ലൈവ്. സീ യു സൂൺ.